മറ്റൊരു കേസിന്റെ വിവരം കൂടി വരുന്നുണ്ട്. നമ്മുടെ ലീഗൽ കറസ്പോണ്ടന്റ് കേസിന് പിന്നാലെ കേസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ BJP സ്ഥാനാർത്ഥി നവ്യ ഹരിദാസിന്റെ ഹർജി. നാമനിർദ്ദേശ പത്രിക തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമെന്നാണ് ആക്ഷേപം. പ്രിയങ്ക ഗാന്ധി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സ്വത്ത് വിവരങ്ങൾ വസ്തുതാവിരുദ്ധമെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. ലീഗൽ കറസ്പോണ്ടന്റ് ശ്യാം ദേവരാജ് നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് ശ്യാം ദേവരാജ്, വെൽക്കം ബാക്ക്. ഞാൻ പറയുകയായിരുന്നു കേസിന് പിന്നാലെ കേസാണല്ലോ എന്ന്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആരോപണമായി നവ്യ ഇക്കാര്യം ഉന്നയിച്ചിരുന്നു. ഇപ്പോഴത് ഒരു ഹർജിയുടെ രൂപത്തിലേക്ക് മാറുകയാണല്ലേ? സുജയ പകുതി അങ്ങനെ തന്നെയാണ്. അതായത് വയനാട് ഉപതെരഞ്ഞെടുപ്പ്, ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് കേസാണ് കോടതിയിലേക്ക് കയറുന്നത്. ഹൈക്കോടതിയിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് ഹർജി എത്തുന്നത്. ഹൈക്കോടതിയിൽ തെരഞ്ഞെടുപ്പ് ഹർജി നൽകിയത് BJPയുടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന NDA സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് ആണ്. വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിലെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം, അതിൻ്റെ ഫലപ്രഖ്യാപനം റദ്ദാക്കണമെന്നതാണ് നവ്യ ഹരിദാസ് നൽകിയ ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. പ്രിയങ്ക ഗാന്ധിയുടെ വിജയം റദ്ദാക്കണം. പ്രിയങ്ക ഗാന്ധി നൽകിയ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചതിൽ നാമനിർദ്ദേശ പത്രിക പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമാണ് എന്നതാണ് നവ്യ ഹരിദാസ് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. രണ്ടാമത്തേത്, പ്രിയങ്ക ഗാന്ധി നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സ്വത്ത് വിവരങ്ങൾ നൽകിയിരുന്നു, ഇതിൻ്റെ സത്യവാങ്മൂലം നൽകിയിരുന്നു, ഏതാണ്ട് 54 കോടിയിലധികം രൂപയുടെ ആസ്തിയുണ്ട് എന്നതടക്കമുള്ള വ്യത്യസ്തമായ വിവരങ്ങൾ നൽകിയിരുന്നു. ഈ വിവരങ്ങളൊക്കെ വസ്തുതാ വിരുദ്ധമാണ് എന്നാണ് നവ്യ ഹരിദാസ് ഹർജിയിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹർജിയിൽ ഹൈക്കോടതി ഈ പ്രിയങ്ക ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കണം എന്നാണ് NDA സ്ഥാനാർത്ഥിയായിരുന്ന നവ്യ ഹരിദാസ് ഈ ഹർജിയിലൂടെ ഉയർത്തുന്നത്. ഈ ഹർജി ഹൈക്കോടതി പരിഗണിക്കുക അവധിക്കാലത്തിന് ശേഷമായിരിക്കും, അതായത് ജനുവരി ആദ്യമായിരിക്കും. താങ്ക് യു. ശ്യാം ദേവരാജാണ് ഏറ്റവും പുതിയ കോർട്ട് അപ്ഡേറ്റ് പങ്കുവച്ചത്. നമുക്ക് ഇനി